കാശി മോക്ഷത്തിൻ്റെ നഗരം. ഭൂമിയിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്നായ വാരണാസിയിലൂടെയുള്ള ഒരു യാത്ര. ഗംഗാനദിയുടെ തീരത്തെ മന്ത്രോച്ചാരണങ്ങളും പ്രശസ്തമായ ഗംഗാ ആരതിയും ഇടുങ്ങിയ ഗലികളിലെ കാഴ്ചകളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ആത്മാവിന് ശാന്തി നൽകുന്ന കാശിയുടെ പുണ്യതീരങ്ങളിലേക്ക് സ്വാഗതം. ഭാരതത്തിലെ ഏറ്റവും പുരാതനവും പവിത്രവുമായ നഗരങ്ങളിലൊന്നാണ് വാരണാസി. കാശി എന്നും ബനാറസ് എന്നും ഈ നഗരം അറിയപ്പെടുന്നു. ലോകത്തിൽ ഇന്നും ജനവാസമുള്ള ഏറ്റവും പഴയ നഗരങ്ങളിലൊന്നായാണ് ചരിത്രകാരന്മാർ കാശിയെ കണക്കാക്കുന്നത്. ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഹിന്ദുക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഭഗവാൻ ശിവന്റെ തൃശൂലത്തിന്മേലാണ് കാശി നഗരം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇത് ശിവന്റെ നഗരം എന്നുകൂടി പറയപ്പെടുന്നു. ശിവക്ഷേത്രമായ കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവും. ഗംഗാനദിയിലേക്ക് ഒഴുകിയെത്തുന്ന വരുണ, അഫി എന്നീ രണ്ട് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഈ നഗരത്തിന് വാരണാസി എന്ന പേര് ലഭിച്ചത്. കാശിയിൽ വെച്ച് മരിക്കുന്നത് പുനർജന്മത്തിൽ നിന്ന് മോക്ഷം നൽകി നിർവ്വാണം പ്രാപിക്കാൻ സഹായിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നു. വാരണാസിയുടെ ജീവൻ അവിടുത്തെ ഘാട്ടുകളാണ്. നദിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കൽപ്പടവുകളെയാണ് ഘാട്ടുകൾ എന്ന് വിളിക്കുന്നത്. പുരാതന കാലം മുതൽക്കേ സംസ്കൃതം, തത്വചിന്ത, യോഗ എന്നിവയുടെ കേന്ദ്രമാണ് വാരണാസി. പ്രശസ്തമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുസ്ഥാനി ക്ലാസിക് സംഗീതത്തിൻ്റെ വലിയൊരു പാരമ്പര്യം ഈ നഗരത്തിനുണ്ട്. അതിമനോഹരമായ കൈവേലകളാൽ സമ്പന്നമായ ബനാറസി സാരികൾ ലോകമെമ്പാടും പ്രശസ്തമാണ്. BC 6-ാം നൂറ്റാണ്ടിൽ ബുദ്ധഭഗവാൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയത് വാരണാസിക്കടുത്തുള്ള സാരാനാഥിലാണ്. അതിനാൽ ബുദ്ധമതവുമായും വാരണാസി ബന്ധപ്പെട്ട് കിടക്കുന്നു. വാരണാസിയിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ ആത്മീയമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു വിഭാഗമാണ് അഘോരി സന്യാസികൾ. ഭയത്തെയും ലൗകികമായ അറപ്പിനെയും മറികടന്ന് മോക്ഷം പ്രാപിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അഘോരികൾ ഭഗവാൻ ശിവന്റെ അഘോരഭാവത്തെയാണ് ആരാധിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാത്തിലും ദൈവമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒന്നും അശുദ്ധമല്ലെന്നും ഇവർ വിശ്വസിക്കുന്നു. ശുദ്ധമെന്നോ അശുദ്ധമെന്നോ ഉള്ള വേർതിരിവുകൾ മനുഷ്യ മനസ്സിൻ്റെ തോന്നലുകൾ മാത്രമാണെന്ന് ഇവർ കരുതുന്നു. ഈ വേർതിരിവുകൾ ഇല്ലാതാക്കുന്നതിലൂടെ പരമമായ സത്യത്തിലെത്താൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. മൃതദേഹങ്ങൾ ദഹിപ്പിച്ച ശേഷമുള്ള ഭസ്മം ശരീരത്തിൽ പൂശുന്നത് ഇവരുടെ രീതിയാണ്. ഇത് ഭൗതിക ശരീരത്തിൻ്റെ നശ്വരതയെ സൂചിപ്പിക്കുന്നു. വാരണാസിയിലെ മണികർണികാഘട്ട്, ഹരിശ്ചന്ദ്രഘട്ട് എന്നിവിടങ്ങളിൽ അഘോരികളെ സാധാരണയായി കാണാറുള്ളത്. ഈ ഘട്ടുകൾ 24 മണിക്കൂറും ചിതകളെരിയുന്ന ഇടങ്ങളാണ്. ഗംഗാതീരത്തെ ഏകാന്തമായ ഇടങ്ങളിൽ ധ്യാനത്തിലും തപസ്സിലും മുഴുകിയിരിക്കുന്ന ഇവരെ കാണാം. അഘോരികൾ ഭയപ്പെടുത്തുന്നവരാണെന്ന ഒരു പൊതുധാരണയുണ്ട്. എന്നാൽ യഥാർത്ഥ അഘോരികൾ സാധാരണയായി ജനങ്ങളിൽ നിന്ന് അകന്നുമാറി നിൽക്കാനും സ്വയം തപസ്സിൽ മുഴുകാനും ആഗ്രഹിക്കുന്നവരാണ്. പ്രകൃതിയോടും ജീവജാലങ്ങളോടും ഇവർ കരുണ കാണിക്കാറുണ്ട്. വാരണാസിയുടെ ആത്മീയതയുടെ ഇരുണ്ടതും എന്നാൽ അഗാധവുമായ ഒരു വശമാണ് അഘോരികൾ പ്രതിനിധീകരിക്കുന്നത്. പ്രശസ്ത അമേരിക്കൻ സാഹിത്യകാരൻ മാർക്ക് ട്വൈൻ പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് പറയട്ടെ. വാരണാസി ചരിത്രത്തെക്കാൾ പഴക്കമുള്ളതാണ്, പാരമ്പര്യത്തെക്കാൾ പഴയതാണ്, ഐതിഹ്യങ്ങളെക്കാൾ പോലും പഴയതാണ്. ഇതിപ്പോൾ രാവിലെ 6 മണിയായിട്ടുള്ള സമയം. 6 മണിക്ക് ഉള്ള തിരക്കാണ് ഇവിടെ കാണുന്നത് ആളുകൾ. ഇനിയിപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് കൂടും. ദശാശ്വമേധ് ഘട്ടിലേക്കാണ് നമ്മൾ പോണത്. ദശാശ്വമേധ് ഘട്ടിൽ നിന്ന് ഞങ്ങൾ രാവിലത്തെ ഒരു ചെറിയൊരു ബോട്ട് യാത്ര ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകും. അമ്പലത്തിൽ തൊഴാൻ പോകും. കടകളൊക്കെ തുറക്കുന്നേ ഉള്ളൂ, പക്ഷെ അപ്പോഴേക്കും തിരക്ക് തുടങ്ങി. ഹരേ മഹാദേവ്. ഇന്നലെ നമ്മൾ കണ്ട ഗംഗാരതി ദശാശ്വമേധ് ഘട്ടിൽ, ഇതാണ് ദശാശ്വമേധ് ഘട്ടാണത്. സൂര്യൻ
ഉദിച്ചു വരുന്നു. സൂര്യോദയ സമയത്ത് ഇവിടുത്തെ ഗംഗാരതി നടക്കുന്ന സ്ഥലമാണിത്. ഇന്നലെ നമ്മൾ ബോട്ടിൽ അവിടെ നിന്നിട്ടാണ് കണ്ടത് ഗംഗാരതി, ഗംഗാ സേവാനിധി. ഈ ഗംഗാ സേവാനിധിയാണ് ഗംഗാരതിയുടെ ഈ പ്രോഗ്രാം എല്ലാം കണ്ടക്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഗംഗാ സേവാനിധി എന്ന് പറയുന്ന സ്ഥാപനമാണ്. Oh, morning aarti. ये मॉर्निंग आती है। Yeah. यहाँ पर भी कोई विल नॉट सी इवनिंग लाइक क्राउड, Yeah. something like that. There is no loudspeaker perform. कौन सा हनुमान चालीसा भी हिंदी में है. There is a small temple called Krishneswar Ghat. Krishneswar Mahadev. Yeah, Maharaj Swami. Madikanika, King Harishchandra was here. Oh. Yeah, served here as a dome. ഇത് ഹരിശ്ചന്ദ്രഘട്ടാണ്. ഹരിശ്ചന്ദ്രഘട്ട് വേറൊരു സംസ്കാരം നടക്കുന്ന സ്ഥലമാണ്. ഹരിശ്ചന്ദ്ര മഹാരാജാവ് കാവൽ നിന്നു എന്ന് വിശ്വസിക്കുന്ന ഘട്ടാണ് ഇത്. ഇത് ചെറുതാണ്. വലിയ ഇത് മണികർണിക ഘട്ടാണ്. ഇവിടെ വലിയ സംസ്കാരം നടക്കുന്ന സ്ഥലം. ഇത് ചെറുതാണ്. ഇത് ഇവിടെ അധികം ഇല്ല. Raja Harishchandra. ഹരിശ്ചന്ദ്രഘട്ട്. Their family still ഈ lives on the other രാവിലെയുള്ള side. ബോട്ട് യാത്ര ഉണ്ടല്ലോ വാരണാസിയിലെ, ഇതൊരു വേറെ ഇന്നലെ ഇപ്പം ഞങ്ങൾ രാത്രി കണ്ട ഒരു കാഴ്ചയല്ല അവിടെ. ആ വാരണാസിയുടെ ശരിക്കുള്ള ഭംഗി കാരണം വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ എല്ലാ ഘട്ടുകളും ആക്റ്റീവായി തുടങ്ങി. ആളുകൾ കുളിക്കുന്നുണ്ട്, ചിലർ നീന്തി കുളിക്കുന്നു, ആളുകൾ കാഴ്ചക്കാരിങ്ങനെ ബോട്ടിൽ കറങ്ങിയടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സൂര്യൻ ഉദിച്ചു വരുന്നു. ഇതൊരു ഭയങ്കര വ്യൂ ആണ്. Spiritual or tantra. മണികർണിക ഘട്ടാണ്. മണികർണിക ഘട്ടിലാണ് ഇവിടെ ഏറ്റവും വലിയ സംസ്കാരം നടക്കുന്നത്. മഹാശ്മശാനം എന്നാണ് മണികർണിക ഘട്ടിനെ പറയുന്നത് ഇവിടെ. കാരണം ഇവിടെ വന്ന് സംസ്കരിച്ചു കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിഷ്വൽസ് നമുക്ക് അധികമൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ് മുന്നിലൂടെ വരുമ്പോൾ. ഇവിടെ ഒരു ചെറിയ ഇതാണ് രത്നേശ്വർ ടെമ്പിള്. ഈ ടെമ്പിൾ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തിൽ ഒരു 6-7 മാസം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാവും. ഇപ്പോൾ വേനൽക്കാലമായ കാരണം പൊന്തി കാണുന്നതാണ്. സിന്ധ്യാഘട്ട് ഇവിടെ പണിത സമയത്ത് അവിടുത്തെ വെയിറ്റ് കാരണം ഇത് താന്നു പോയിട്ടുള്ളതാണ്. അടിയിലെ മണ്ണിൻ്റെ ഉറപ്പില്ലാത്തതുകൊണ്ട്. ഇതൊരു ശിവക്ഷേത്രമാണിത്, രത്നേശ്വർ ക്ഷേത്രം എന്നാണ്. ഇതിവിടുത്തെ ഒരു ലേണിംഗ് ടെമ്പിൾ ഓഫ് വാരണാസി എന്ന് അതിനെ പറയാം. അങ്ങനെ ഞാനിത് വായിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത്ര കണ്ട് ശരിയുണ്ടെന്നാണ് എനിക്കറിയില്ല. അറിയുന്ന ആൾക്കാർ ഇതിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. വാരണാസിയിലെ ഗലികൾ വെറും വഴികളല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം ഉറങ്ങുന്ന ഇടങ്ങളാണ്. ഈ ഇടുങ്ങിയ വഴികളിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ കാശിയെ അനുഭവിക്കുവാൻ കഴിയും. സൂര്യപ്രകാശം പോലും കഷ്ടിച്ച് എത്തുന്നത്ര ഇടുങ്ങിയതാണ് പല ഗലികളും. സൈക്കിളുകൾക്കും കാൽനടയാത്രക്കാർക്കും മാത്രം പോകാൻ കഴിയുന്ന ഈ വഴികൾ
ഒരു നൂലാമാല പോലെ നഗരത്തിലുടനീളം വ്യാപിച്ചു കിടക്കും. ഓരോ തിരിവിലും ഒരു പുതിയ അത്ഭുതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും. വാരണാസിയിലെ പല പ്രശസ്തമായ ചെറിയ ക്ഷേത്രങ്ങളും ഈ ഗലികൾക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ വീടിൻ്റെയും മുറ്റത്തോ ചുവരുകളിലോ ഒരു കൊച്ചു വിഗ്രഹമോ ക്ഷേത്രമോ കാണും. എല്ലായിടത്തു നിന്നും ഉയരുന്ന മണിനാദങ്ങളും ഹര ഹര മഹാദേവ് വിളികളും ആത്മീയമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ചുരുക്കത്തിൽ വാരണാസിയിലെ ഗലികൾ വെറുമൊരു വഴിയല്ല, മറിച്ച് ഇന്ത്യയുടെ പൗരാണിക സംസ്കാരവും ആധുനിക ജീവിതവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു വിസ്മയമാണ്. ഗലികളിലൂടെ നടക്കുമ്പോൾ മരണത്തെയും ജീവിതത്തെയും ഒരുപോലെ കാണാം. ശവമഞ്ചങ്ങൾ ചുമന്നുകൊണ്ടുപോകുന്ന ആളുകളുടെ രാം നാം സത്യഹേ വിളികൾ നഗരത്തിൻ്റെ നൈമിഷികതയെ ഓർമ്മിപ്പിക്കുന്നു. കാശിയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണങ്ങൾ ലഭിക്കുന്നത് ഈ ഗലികളിലാണ്. പ്രശസ്തമായ കാശി ചാറ്റ് ഭണ്ഡാർ, ലസ്സിക്കടകൾ, ചൂടുള്ള കച്ചോരിയും ജിലേബിയും ലഭിക്കുന്ന കൊച്ചു കൊച്ചു കടകൾ എന്നിവ ഈ വഴികളിലെ പ്രധാന ആകർഷണമാണ്. നീലകണ്ഠ് ഗലിയിലെ ലസ്സി ഒരിക്കലെങ്കിലും പരീക്ഷിക്കേണ്ട ഒന്നാണ്. വഴിയോരത്തെ ചെറിയ കടകളിൽ മൺപാത്രങ്ങളിൽ ലഭിക്കുന്ന ചായയും മധുരപലഹാരങ്ങളും വാരണാസിയിലെ പ്രത്യേക കാഴ്ചയാണ്. ലോകപ്രശസ്തമായ ബനാറസി പാൻ വിൽക്കുന്ന കടകൾ ഓരോ മുക്കിലും മൂലയിലും കാണാം. ബനാറസി സാരികൾ നെയ്യുന്ന തറികളും കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളും ഈ ഇടവഴികളിൽ നിറഞ്ഞു നിൽക്കുന്നു. സംഗീതജ്ഞരും കലാകാരന്മാരും താമസിക്കുന്ന ഗലികൾ വാരണാസിയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോടുന്നു. ഞങ്ങളെ ബനാറസി പാൻ കിട്ടുന്നൊരു ഷോപ്പിൽ വന്നതാണ്. ഈ ബനാറസി പാൻ ഭയങ്കര ഫേമസ് ആണ്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്തോക്കാന്ന് വിചാരിച്ചു. ഇതാണ് ഷോപ്പ്. പേര് നമ്മുടെ എഴുതി കാണാമല്ലോ. ദാദാ പാൻ ഷോപ്പ്. We don't need to spit out. It's like digesting. चारों में गुलकंद रहेगा ना? हाँ गुलकंद रहेगा भैया। वो सुपारी या तो बहुत पतला काट के दीजिएगा, नहीं तो मत दीजिएगा, अलग से दे दीजिएगा। अगर किसी को खाने का दिल हो तो खा ले। सबसे बड़ी बात है ना कि हर जगह ये जो कत्था लगा रहे हैं सोना ना, ये हर जगह प्रॉपर ये नेचुरल नहीं वाला सोना और कत्था, देन दैट अरिकनट प्लस लीफ, दैट्स इट. You can add some salt. Yeah. कहाँ होटल है? ഇത് മേടിച്ചോളൂ. പാൻ കഴിക്കാൻ പോവാണ്, ബനാറസി പാൻ. അറിയില്ല, ഞാനിതങ്ങനെ കഴിച്ചിട്ടുള്ള ആളല്ല. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. മീറ്റായ ആ അടിപൊളി. ഇത് ഇറക്കിക്കൂടെ? ദാദാ പാൻ ഷോപ്പ്. അച്ചായ വാരണാസിയിൽ എവിടെ? താജ് ഹോട്ടല്. ഇത് താജ് ഹോട്ടല്, അതിന് ഓപ്പോസിറ്റാണത്. നെക്സ്റ്റ് വൺ വാരണാസിയിൽ വരുന്നവർ Very good. बनारसी पान कर जाएगा सर। जो पत्ता है मगही पत्ता है, मगही बिल्ड कर जाएगा. നമ്മുടെ ഉള്ള പറ്റില്ല പോലെയല്ല. അല്ല അത് അയാൾ പറഞ്ഞത് വായിൽ മെൽറ്റ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ പറ്റില്ല പോലെയല്ല, വേറെ ടൈപ്പ് ഓഫ് പറ്റില്ല. ഏതായാലും വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യുക എല്ലാവരും. പുറത്തെ തിരക്കുകളിൽ നിന്നും മാറി ഈ ഗലികൾക്കുള്ളിൽ ഒരു പ്രത്യേക ശാന്തതയുണ്ട്. വഴിതെറ്റാൻ സാധ്യത കൂടുതലാണെങ്കിലും ആ വഴിതെറ്റലിലൂടെയാണ് കാശിയുടെ യഥാർത്ഥ ഭംഗി നിങ്ങൾ കണ്ടെത്തുന്നത്. കാളകളും സന്യാസിമാരും തീർത്ഥാടകരും ഒരേപോലെ ഈ വഴികളിലൂടെ നീങ്ങുന്നത് വാരണാസിയിൽ മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. കാശിയിലെ തിരക്കുള്ള ഘട്ടുകളിൽ നിന്ന് മാറി ഇവിടുത്തെ ഇടുങ്ങിയ ഗലികളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്ത് എത്തിയതുപോലെ തോന്നും. ഒരു നൂലാമാല പോലെ പടർന്നു കിടക്കുന്ന ഈ വഴികളാണ് കാശിയുടെ ആത്മാവ്. ഇവിടെ വഴിതെറ്റുന്നത് പോലും ഒരു സുഖമുള്ള അനുഭവമാണ്. കാരണം ഓരോ തിരുവിലും ഒരു കഥ പറയാനുണ്ടാകും.